ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 67 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10 പേർക്ക് ഫലം നെഗറ്റീവായിട്ടുണ്ട്. പോസിറ്റീവായത് പാലക്കാട് 29, കണ്ണൂർ 8, കോട്ടയം 6, മലപ്പുറം എറണാകുളം 5 വീതം, തൃശ്ശൂർ കൊല്ലം 4 വീതം, കാസർഗോഡ് ആലപ്പുഴ 3 വീതം. ഈ പോസിറ്റീവായവരിൽ 27 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. തമിഴ്നാട് 9, മഹാരാഷ്ട്ര 15, ഗുജറാത്ത് 5, കർണാടക 2, പോണ്ടിച്ചേരി 1, ഡൽഹി 1, പിന്നെ സമ്പർക്കം മൂലം 7. ഇത്തരത്തിലാണ് പോസിറ്റീവ് കേസുകൾ. നെഗറ്റീവായവർ കോട്ടയം 1, മലപ്പുറം 3, ആലപ്പുഴ 1, പാലക്കാട് 2, എറണാകുളം 1, കാസർഗോഡ് 2. 963 പേർക്കാണ് ഇതുവരെ സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 415 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം സംസ്ഥാനത്ത് വീണ്ടും 1 ലക്ഷം കടന്നു. 1,04,336 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 1,03,528 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻറ്റൈനിലോ ആണ്. 808 പേരാണ് ആശുപത്രികളിലുള്ളത്. ഇന്ന് 186 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതുവരെ 56,704 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 54,836 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതുവരെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 8,599 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 8,174 നെഗറ്റീവായിട്ടുണ്ട്. 68 ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോൾ സംസ്ഥാനത്താകെയുള്ളത്. ഇന്ന് പുതുതായി 9 സ്ഥലങ്ങൾ കൂടി ഹോട്ട്സ്പോട്ടുകളായി. കണ്ണൂർ 2, കാസർഗോഡ് 3, പാലക്കാട് 1, ഇടുക്കി 1, കോട്ടയം 1. ജില്ലകളിലും പഞ്ചായത്തുകളും പാലക്കാട്ടെ മണ്ണാർക്കാട്ടെ മുനിസിപ്പാലിറ്റിയുമാണ് പുതുതായി ഹോട്ട്സ്പോട്ടുകളായത്. ഈ നേരത്തെ പറഞ്ഞ ജില്ലകളിൽ ഇത്രയും പഞ്ചായത്തുകളുണ്ട്, അത്ര പഞ്ചായത്തുകളുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുണ്ട്. കണ്ണൂർ ധർമ്മടം സ്വദേശി 61 വയസ്സുള്ള ആസിയ മരണമടഞ്ഞു. ഇതോടെ ഇതുവരെ 6 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. ആസിയയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സഹോദരങ്ങൾ ധാരാളമായി ഇങ്ങോട്ട് വരാൻ
തുടങ്ങിയതോടെ നാം കോവിഡ് പ്രതിരോധത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിക്കാനും ജനപ്രതിനിധികളുടെ സഹകരണം അഭ്യർത്ഥിക്കാനും ഇന്ന് കാലത്ത് എം പിമാരുമായും എം എൽ എമാരുമായും വീഡിയോ കോൺഫറൻസ് നടത്തുകയുണ്ടായി. ഇപ്പോഴത്തെ ഗുരുതര സാഹചര്യം നേരിടുന്നതിന് സർക്കാർ എടുക്കുന്ന നടപടികൾക്ക് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ എം പിമാരും എം എൽ എമാരും പിന്തുണ അറിയിച്ചു. ഈ മഹാമാരി നേരിടുന്നതിന് കേരളം തുടർന്നും ഒറ്റക്കെട്ടായി പോകണമെന്ന വികാരമാണ് എല്ലാവരും പങ്കുവച്ചത്. നമ്മുടെ ജാഗ്രത ശക്തിപ്പെടുത്തുന്നതിന് ചില നിർദ്ദേശങ്ങളും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടായി. അവയെല്ലാം സർക്കാർ ഗൗരവമായി പരിശോധിക്കും. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ എന്നിവരുൾപ്പെടെ പങ്കെടുത്തു. 3 പേരൊഴികെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയോടൊപ്പം വീഡിയോ കോൺഫറൻസിലുണ്ടായിരുന്നു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വാർഡ് തലത്തിൽ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനം. വാർഡ് തല സമിതിക്ക് മുകളിൽ പഞ്ചായത്ത് തലത്തിൽ കമ്മിറ്റികളുണ്ട്. ഇവരുടെ പ്രവർത്തനത്തിന് മാർഗനിർദ്ദേശവും സഹായവും ഉണ്ടാകണമെന്ന് എം പിമാരോടും എം എൽ എമാരോടും അഭ്യർത്ഥിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടതില്ല. കൂടുതൽ ഫ്ലൈറ്റുകൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നുണ്ട്. ആളുകളെ കൊണ്ടുവരുമ്പോൾ മുൻഗണനാ വിഭാഗത്തിലുള്ളവരെ ആദ്യം പരിഗണിക്കണം. കോവിഡ് വ്യാപനം തീവ്രമായ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരുടെ കാര്യത്തിൽ പ്രത്യേക സമീപനം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യം പരിശോധിച്ച് വേണ്ടത് ചെയ്യും. എന്നാൽ അവരിങ്ങോട്ട് വരേണ്ടതില്ല എന്ന സമീപനം ഉണ്ടാകില്ല. വിദേശത്ത് നിന്ന് തിരിച്ചെത്തുന്നവരുടെ മക്കൾക്ക് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ തുറന്നു പഠിക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടാകില്ല. നേരത്തെ അത് പ്രസ്താവിച്ചതാണ്. അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അന്തർജില്ലാ ജലഗതാഗതം അനുവദിക്കണമെന്ന ആവശ്യം വീഡിയോ കോൺഫറൻസിൽ ഉയർന്നു. അന്തർജില്ലാ ബസ് സർവീസ് ആരംഭിക്കുന്ന സമയത്ത് ഈ കാര്യവും പരിഗണിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾക്ക് തിരിച്ചു പോകാൻ യാത്രാ സൗകര്യമില്ലാത്ത പ്രശ്നം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഹോട്ട്സ്പോട്ടിൽ നിന്ന് വരുന്നവരുടെ കാര്യത്തിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. പുറത്തുനിന്ന് തൊഴിലാളികളെ കൊണ്ടുവരുമ്പോൾ പാസിൻ്റെയും മറ്റ് കാര്യങ്ങളുടെയും ചുമതല കരാറുകാർ തന്നെ വഹിക്കണം. ഇത് പുറമേ നിന്ന് വരുന്നവരായതുകൊണ്ട് അവർ കോവിഡ് ടെസ്റ്റിന് വിധേയരാകേണ്ടതുണ്ട്. അപ്പോൾ കോവിഡ് ടെസ്റ്റ് നടത്തി കോവിഡ് ബാധയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത കരാറുകാർക്കായിരിക്കും.
സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നത് തടയാൻ സർക്കാർ എടുത്ത നടപടികൾക്ക് നല്ല ഫലമുണ്ടായിട്ടുണ്ട്. കേരളം ഒന്നിച്ചു നിന്നാണ് ഈ പ്രവർത്തനം നടത്തിയത്. ഇതുവഴി രോഗവ്യാപനം തടയാൻ കഴിഞ്ഞു. സംസ്ഥാനത്ത് ഒരു ഘട്ടത്തിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 16 ചുരുങ്ങിയിരുന്നു. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കൊണ്ടുവരിക, അതുതന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ പ്രവാസികളാകെ ഒന്നിച്ചെത്തുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമുണ്ടാക്കും. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലുമുള്ളത്. അപ്പോൾ അവരിൽ വിസ കാലാവധി കഴിഞ്ഞവർ, വിദ്യാർത്ഥികൾ, ഗർഭിണികൾ, വയോധികർ, മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ തേടി പോയവർ, ഇവർക്കൊക്കെ മുൻഗണന നൽകണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ 3,80,000 പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 2,16,000 പേർക്ക് പാസ് നൽകി. പാസ് ലഭിച്ച 1,01,779 പേർ വന്നു കഴിഞ്ഞു. വിദേശത്ത് നിന്ന് വരാൻ രജിസ്റ്റർ ചെയ്തത് 1,34,000 പേരാണ്. അവരിൽ 11,189 പേർ മെയ് 25 വരെ സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പ്രവാസികൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ചില ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. രോഗവ്യാപനം വലിയ തോതിലുള്ള പ്രദേശങ്ങളിൽ നടക്കമാണ് ആളുകൾ വരുന്നത്. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതിന് മുൻപ് ഇവിടെ ചികിത്സയിലുണ്ടായിരുന്നത് ഒരു ഘട്ടത്തിൽ 16 പേരാണ്. ആ സ്ഥാനത്ത് ഇന്നലെ 415 പേരായി ചികിത്സയിൽ. സ്വാഭാവികമായും രോഗികളുടെ എണ്ണം വർദ്ധിക്കും. മഹാരാഷ്ട്രയിൽ നിന്നെത്തിയവരിൽ 72 പേർക്കും, തമിഴ്നാട്ടിൽ നിന്നും വന്നവരിൽ 71 പേർക്കും, കർണാടകയിൽ നിന്ന് വന്നവരിൽ 35 പേർക്കുമാണ് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചത്. വിദേശത്ത് നിന്നെത്തിയവരിൽ 133 പേർക്ക് രോഗബാധയുണ്ടായി. ഇവരിൽ 75 പേർ UAE-യിൽ നിന്നുള്ളവരാണ്. 25 പേർ കുവൈറ്റിൽ നിന്നുമാണ്. രോഗവ്യാപനം കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്നും വരുന്നവരെ കരുതലോടെ സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആരെയും പുറന്തള്ളുന്ന നയമില്ല. അവർ എത്തുമ്പോൾ ശരിയായ പരിശോധനയും ക്വാറന്റൈനും ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് സർക്കാരിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ രജിസ്ട്രേഷനിൽ വരുന്നവരുടെയും ഇവിടെയുള്ളവരുടെയും ആരോഗ്യ സംരക്ഷണത്തിന് ഈ രജിസ്ട്രേഷൻ ഒഴിച്ചുകൂടാത്തതാണ്. ആരോടും ഒരു വിവേചനവുമില്ല. മറ്റു പോംവഴിയില്ലാത്തതുകൊണ്ടാണ്
ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. സമൂഹ വ്യാപനത്തിലേക്കാണ് അത് ചെന്നെത്തുക. മറ്റ് സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ രോഗം വലിയ തോതിൽ വ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ട്രെയിനുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഒരു തടസ്സവും അതിനില്ല. സംസ്ഥാനം സമ്മതിക്കാത്ത പ്രശ്നവുമില്ല. എവിടെ നിന്നാലും രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ എത്തുന്നവരെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പരിശോധിച്ച് ക്വാറൻറ്റൈനിലേക്ക് അയക്കുകയാണ്. ക്വാറൻറ്റൈൻ വീട്ടിലാവാം എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ സൗകര്യമുണ്ടോ എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ട്രെയിനിൽ വരുന്നവരുടെ വിവരങ്ങൾ മുൻകൂട്ടി ലഭിക്കണം. എങ്കിൽ മാത്രമേ പരിശോധിക്കാനും തീർച്ചപ്പെടുത്താനും കഴിയൂ. കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു ട്രെയിൻ അയക്കാൻ റെയിൽവേ തീരുമാനിച്ചു. ഇവിടെ അത് സംബന്ധിച്ച ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. ഇക്കാര്യം റെയിൽവേ മന്ത്രിയെ അറിയിച്ചു. ശരിയായ നിരീക്ഷണത്തിനും അതുവഴി രോഗവ്യാപനം തടയുന്നതിനും സർക്കാർ എടുക്കുന്ന നടപടികളെ തകിടം മറിക്കുന്നതാണ് ഈ രീതിയെന്നും അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അതിനുശേഷം മറ്റൊരു ട്രെയിൻ കൂടി ഇതേ രീതിയിൽ കേരളത്തിൽ അയക്കാൻ തീരുമാനിക്കുന്ന പ്രശ്നമുണ്ടായി. അതുകൊണ്ട് ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ കരുതലിനെ അട്ടിമറിക്കുന്ന പ്രശ്നമാണിത്. രോഗവ്യാപനം കൂടുതലുള്ള നഗരങ്ങളിൽ ഒന്നാണ് മുംബൈ. അവിടങ്ങളിൽ നിന്നുള്ളവരും വരട്ടെ എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അതേസമയം രോഗം മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാനുള്ള നിബന്ധനകൾ കർശനമായി നടപ്പാക്കിയേ പറ്റൂ. അതിനുള്ള അച്ചടക്കം എല്ലാവരും പാലിക്കണം. വീടുകളിൽ ക്വാറൻറ്റൈനിലുള്ളവരുണ്ട്. അവരവിടെ തന്നെ കഴിയണം. മറ്റുള്ളവരോട് സമ്പർക്കം പാടില്ല. ഇക്കാര്യം പരമാവധി ഉറപ്പുവരുത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. ലോക്ക്ഡൗണിൽ വിവിധ ഘട്ടങ്ങളിൽ ചില ഇളവുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ലോക്ക്ഡൗൺ തുടരുകയാണ്. ഈ ഇളവുകളെ തുടർന്ന് കടകളിലും ചന്തകളിലും മറ്റും വലിയ ആൾക്കൂട്ടം കാണുന്നുണ്ട്. ഈ രീതി തുടരാൻ പറ്റില്ല. നമ്മുടെ ജാഗ്രതയിൽ അയവ് വന്നുകൂടാ. നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യത്തിൽ MLA-മാരുടെയും MP-മാരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. നിയന്ത്രണങ്ങൾ നടപ്പാക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ജീവനോപാധിക്ക് വേണ്ട സൗകര്യം നൽകേണ്ടതുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ഇളവുകൾ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. ജനങ്ങളെ ആകെ ബോധവൽക്കരിക്കുക എന്നതാണ് ജനപ്രതിനിധികളുടെ മുന്നിലുള്ള കടമ.
കോവിഡിനെതിരായ പോരാട്ടത്തിൽ ജനങ്ങളെ ആകെ അണിനിരത്തണം. ഒറ്റ മനസ്സോടെ ഇറങ്ങിയാൽ രോഗവ്യാപനം നമുക്ക് തടയാൻ കഴിയും. വിവാഹം, മരണം എന്നിവയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ഇപ്പോൾ നിയന്ത്രണമുണ്ട്. മരണാനന്തര ചടങ്ങുകൾക്ക് ആകെ 20 പേരേ പാടുള്ളൂ. എന്നാൽ ഇത് ഒരു സമയം 20 എന്ന് ദുർവ്യാഖ്യാനിച്ച് പല ഘട്ടങ്ങളിലായി ആളുകൾ മരണ വീടുകളിൽ കയറി ഇറങ്ങുന്നു. വിവാഹത്തിന് പരമാവധി 50 പേർക്കാണ് പങ്കെടുക്കാവുന്നത്. ഇത് ലംഘിച്ച് വിവാഹത്തിന് മുൻപും ശേഷവും ആളുകൾ കൂടുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ കർശനമായ നിലപാട് വേണ്ടിവരും. ആരോഗ്യ പ്രവർത്തകർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് കർശനമാക്കണം. അവർക്ക് വൈറസ് ബാധ ഉണ്ടാകുന്നത് ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക. അവർ നടത്തുന്ന സേവനമാണ് ഈ രോഗപ്രതിരോധത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. PPE കിറ്റ് ധരിക്കാതെ രോഗികളുമായി ഇടപഴകുന്ന സാഹചര്യം ഉണ്ടാകരുത്. പോലീസിൻ്റെ കാര്യത്തിലും ഇത് ബാധകമാണ്. ബസ്സുകളിലും ബസ് സ്റ്റാൻഡുകളിലും അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓട്ടോകളിലും ചിലയിടത്ത് കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇത്തരം പരാതികൾ ഉയരുന്നു. വിലക്ക് ലംഘിച്ച് ആളുകളെ കയറ്റുന്ന വാഹന ഉടമകൾക്കെതിരെ നടപടികളുണ്ടാവും. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളുണ്ടാവും. തിരക്കൊഴിവാക്കാൻ പോലീസും കാർക്കശ്യത്തോടെ ഇടപെടും. ആഭ്യന്തര വിമാന സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. വിമാനത്തിൽ വരുന്നവർക്ക് ക്വാറന്റൈൻ വേണ്ടി വരും. മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും അത് ധരിക്കാതിരിക്കാനുള്ള പ്രവണത വ്യാപകമായി ഉണ്ട്. അതനുവദിക്കാനാവില്ല. എല്ലാവർക്കും പരിമിതമായ തോതിലെങ്കിലും മാസ്ക് സൗജന്യമായി ലഭ്യമാക്കുന്നതിന് ചില നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കടകൾ തുറന്നപ്പോൾ ജ്യൂസ് കടകളിലും ചായക്കടകളിലും മറ്റും കുപ്പി ഗ്ലാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഓരോ തവണയും സാനിറ്റൈസ് ചെയ്തില്ലെങ്കിൽ രോഗപകർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഒരു ബക്കറ്റിൽ വെള്ളം വെച്ച് കുടിച്ചു കഴിഞ്ഞ ഗ്ലാസ് അതിലൊന്ന് മുക്കിയെടുത്താൽ അത് നേരെ മറ്റൊരാൾക്ക് കൊടുത്താൽ രോഗമുള്ളയാളാണ് കുടിച്ചതെങ്കിൽ രോഗവ്യാപനം ഉറപ്പായി. ഇപ്പോൾ പലയിടത്തും ഇത് നടക്കുകയാണ്. ഇത് അനുവദിക്കാൻ കഴിയില്ല. അപ്പോൾ ആ കാര്യം ഗൗരവമായി തന്നെ കണ്ട് ഇടപെടുന്ന നിലയുണ്ടാവും. മലയാളികൾക്ക് തിരികെ നാട്ടിലെത്താനുള്ള പാസിൻ്റെ മറവിൽ തമിഴ്നാട്ടിൽ നിന്നും മറ്റും കെട്ടിട നിർമ്മാണ തൊഴിലാളികളടക്കം കേരളത്തിലേക്ക് എത്തുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്.
കുറുക്കു വഴികളിലൂടെ ആളുകൾ എത്തിയാൽ രോഗവ്യാപനം നിയന്ത്രിക്കാൻ കഴിയാതെ വരും. സംസ്ഥാനത്തേക്കുള്ള വരവ് വ്യവസ്ഥാപിതം ആകണമെന്നതിൽ കൂടുതൽ കർക്കശ നിലപാടെടുക്കും. രജിസ്റ്റർ ചെയ്യാതെ വരുന്നവർക്ക് കനത്ത പിഴ ചുമത്തും. 28 ദിവസം നിർബന്ധിത ക്വാറന്റൈനും ഏർപ്പെടുത്തും. സംസ്ഥാന അതിർത്തി കടന്ന് സ്ഥിരമായി പോയി വരേണ്ടവരുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരു നിശ്ചിത കാലയളവിൽ ഉപയോഗിക്കാനുള്ള പാസ് നൽകും. സന്നദ്ധ പ്രവർത്തകർ നല്ല തോതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തകരിൽ ഒരു വിഭാഗത്തെ പോലീസിനോടൊപ്പം പോലീസ് വളണ്ടിയർമാരായി നിയോഗിക്കും. ലോക്ക്ഡൗൺ നിയന്ത്രണം നടപ്പാക്കുന്നതിന് പോലീസിനെ സഹായിക്കാൻ ഇവരുടെ സേവനമുണ്ടാകും. അവർക്ക് പ്രത്യേക ബാഡ്ജ് നൽകും. 2 പേരടങ്ങുന്ന പോലീസ് സംഘത്തിൽ ഒരാൾ ഈ വളണ്ടിയറായിരിക്കും. ATMകളിൽ സാനിറ്റൈസർ നിർബന്ധമാക്കണമെന്ന് നേരത്തെ തന്നെ ബാങ്കുകളോട് അഭ്യർത്ഥിച്ചിരുന്നു. അതോടൊപ്പം ഒരു തവണ വെച്ചാൽ പിന്നീട് റീഫിൽ ചെയ്യാനും ബാങ്കുകൾ തയ്യാറാകേണ്ടതാണ്. പതിനാല് സർക്കാർ ലാബുകൾ, 6 സ്വകാര്യ ലാബുകൾ, ഇങ്ങനെ 20 കോവിഡ് പരിശോധിക്കാനുള്ള സംവിധാനമുള്ളത്. 3 മാസത്തിനുള്ളിലാണ് 20 ലാബുകൾ പ്രവർത്തന സജ്ജമാക്കാൻ സാധിച്ചത്. എല്ലാ സർക്കാർ ലാബുകളിലും കൂടി ദിനംപ്രതി 3000-ഓളം പരിശോധന നടത്താൻ കഴിയും. അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് 5000-ഓളമായി ഉയർത്താനുമാകും. ടെസ്റ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കും. രോഗവ്യാപന സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ ആകെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യവും ആലോചിക്കും. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കോടതികളുടെ സുരക്ഷ മാനിച്ച് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് ഇലക്ട്രോണിക്സ് പ്ലാറ്റ്ഫോമുകളുടെ സേവനം ഉപയോഗിക്കും. ഇതിനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കള്ളനെ പിടിക്കാൻ പോയ പോലീസും കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റും ക്വാറന്റൈനിൽ പോകുന്ന സ്ഥിതി ഗൗരവമായിട്ട് തന്നെ എടുക്കണം. അറസ്റ്റിലാകുന്ന പ്രതികളെ കോവിഡ് വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനുകളിൽ എത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കും. ഇത്തരം പ്രതികൾക്കായി സബ് ഡിവിഷൻ തലത്തിൽ ഡീറ്റൻഷൻ കം പ്രൊഡക്ഷൻ സെൻറ്റർ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും കുറച്ച് പോലീസുകാരെ മാത്രമേ അറസ്റ്റ് നടപടികളിൽ പങ്കെടുപ്പിക്കൂ. പോലീസ് സ്റ്റേഷനിൽ ഇത്തരം ഒരാൾ എത്തിയാൽ ആ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ പോലീസുകാരും ആവും. ഇവിടെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവൂ. സംസ്ഥാനത്തെ പ്രധാന തെരുവുകൾ അവിടങ്ങളിൽ പോലീസ് പിക്കറ്റ് പോസ്റ്റ് ഏർപ്പെടുത്തും. SSLC
+2 പരീക്ഷകൾ ആരംഭിച്ചു. കുട്ടികൾ ജാഗ്രതയോടെയും അച്ചടക്കത്തോടെയുമാണ് പരീക്ഷയ്ക്കെത്തിയത്. അധ്യാപകരും PTA-കളും മികച്ച ഇടപെടൽ തന്നെ നടത്തി. സുഗമമായ നടത്തിപ്പിന് സ്വീകരിച്ച സുരക്ഷാ നടപടികൾ തൃപ്തികരമാണ്. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും പോലീസ് തികഞ്ഞ ജാഗ്രത പുലർത്തുന്നുണ്ട്. കുട്ടികളെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത് പോലെ തന്നെ അവരെ സുരക്ഷിതരായി വീടുകളിൽ എത്തിക്കുന്നതിനും പോലീസ് മുന്നിലുണ്ടാവും. ഇന്ന് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല. അവർക്ക് ഉചിതമായ രീതിയിൽ അവസരമുണ്ടാകും. COVID-19 പരിശോധനകൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി COVID-19 ലാബറട്ടറികളിൽ ആരോഗ്യവകുപ്പ് NHM മുഖാന്തരം 150 താൽക്കാലിക തസ്തികകൾ സൃഷ്ടിച്ചു. 19 റിസർച്ച് ഓഫീസർ, 65 ലാബ് ടെക്നീഷ്യൻ, 29 ലാബ് അസിസ്റ്റൻറ്റ്, 17 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, 20 ക്ലീനിങ് സ്റ്റാഫ്, ഇത്തരത്തിലാണ് തസ്തികകൾ. സംസ്ഥാനത്തിന് പുറത്തു നിന്നും എത്തുന്നവരുടെ എണ്ണവും കോവിഡ് രോഗികളുടെ എണ്ണവും കൂടിയ സാഹചര്യത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതോടെ സ്ഥിരവും താൽക്കാലികവുമായ 8379 തസ്തികകളാണ് ഈ കാലയളവിൽ സൃഷ്ടിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ എംപറർ ഇമ്മാനുവേൽ ചർച്ച് വിശ്വാസികൾ ഒരുമിച്ച് താമസിക്കുന്ന 18 വീടുകളടങ്ങിയ സിയോൺ ഷേക്കം എന്ന ഹൗസിംഗ് കോളനി ക്വാറന്റീൻ ആവശ്യങ്ങൾക്ക് വിട്ടു നൽകി. ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ഫണ്ട് ഏൽപ്പിക്കൽ. കല്യാൺ ജ്വല്ലറി ശ്രീ കല്യാണരാമൻ 2 കോടി രൂപ. കുടുംബശ്രീ 50 ലക്ഷം. ദേശീയ മാധ്യമരംഗത്തെ പ്രമുഖനായ രാജീവ് സർദേശായി കേരള കോളിംഗ് മാസികയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിനുള്ള പ്രതിഫലം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. സർക്കാരിൻ്റെ നേതൃപാടവവും കൂട്ടായ പ്രവർത്തനവുമാണ് രാജ്യത്തെ ഏറ്റവും മികച്ച കൊറോണ നിയന്ത്രണ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുന്നപ്ര വയലാർ മാരാരിക്കുളം സമരസേനാനി പരേതനായ സഖാവ് AV വേലായുധൻ്റെ സഹധർമ്മിണി വിലാസിനി പെൻഷൻ തുക കൈമാറി. അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ്റെ സ്മരണ മുൻനിർത്തി മകൾ ഡോക്ടർ ഗീത പുതുശ്ശേരി 1 ലക്ഷം രൂപ. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU 52,75,50 രൂപ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും ജീവനക്കാരും ചേർന്ന് 2,01,98,300 രൂപ. സിയാലിൻ്റെ 26ാം വാർഷിക ദിനാഘോഷം റദ്ദാക്കി ഇതിനായി നീക്കിവെച്ച 2 ലക്ഷം രൂപ കൈമാറി. സിനിമാ നടൻ കോട്ടയം നസീർ താൻ വരച്ച ചിത്രത്തിൻ്റെ പ്രതിഫലമായ 1 ലക്ഷം രൂപ കൈമാറി. കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം,
പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം, ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ 10 ലക്ഷം. പട്ടികജാതി ക്ഷേമസമിതിയുടെ നേതൃത്വത്തിലുള്ള SC പ്രൊമോട്ടേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച 5,55,555 രൂപ. അഗ്രികൾച്ചർ കോളേജ് എംപ്ലോയീസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 5 ലക്ഷം രൂപ. ഇത്രയാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ.